പറ്റിയുള്ള സംശയത്തിന് മറുപടി പറയും. അതോടൊപ്പം ഇത് 2-ാം തീയതി വിചാരണ എന്തായാലും കുറ്റപത്രം വായിച്ചു തുടങ്ങുകയാണ്. വളരെ പെട്ടെന്ന് വിചാരണ തുടങ്ങും, വിചാരണ പൂർത്തിയാക്കുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? CCTV അടക്കം അതിനിർണായകമായ എന്താണ് ഓടിച്ചിട്ട് ബൈക്കിലിട്ട് ഇടിച്ച് തലയിടിച്ച് വീണ ഷാനെ വെട്ടിക്കൊല്ലുന്ന ദൃശ്യങ്ങൾ, നക്ഷത്രം പോലുള്ള തെളിവ് ഉണ്ട്. ആ തെളിവുകളടക്കം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും പ്രോസിക്യൂഷൻ എന്ന് വിശ്വസിക്കുന്നുണ്ടോ? രഞ്ജു ശ്രീനിവാസ വധക്കേസിൽ എന്ന മട്ടിൽ പരമാവധി ശിക്ഷ പ്രതികൾക്ക് കിട്ടും എന്ന പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ ശ്രീ സലീം? ഹാഷ്മി, ഇതിൽ പ്രസാദ് സാറും അഷ്കർ സാറും പറഞ്ഞതിൽ രണ്ടിലും ഒരു നിർണായകതയുണ്ട്, ഒരു സത്യമുണ്ട്. ഇതിപ്പം നമ്മൾ സാധാരണക്കാരൻ ഒരു വക്കീലിനെ കണ്ട് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ അപേക്ഷിക്കും. ഈ സാധാരണക്കാരൻ ചെന്ന് മുട്ടുന്ന ആ അഡ്വക്കറ്റ് എത്ര സ്വാർത്ഥതയുള്ളവനാണോ അല്ലെങ്കിൽ നിസ്വാർത്ഥനാണോ എന്ന് ഈ സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ളവർക്ക് അറിയാൻ പറ്റില്ല. അതാണ് നമ്മുടെ വ്യവസ്ഥയുടെ ആദ്യത്തെ കുഴപ്പം. അതേസമയം സമ്പന്നനും രാഷ്ട്രീയ സ്വാധീനവും ഉള്ളവന് അതിനെക്കുറിച്ച് അന്വേഷിക്കാനും അതിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കാനും അയാളെക്കുറിച്ച് പഠിച്ചിട്ട് അവരെ വെക്കാനും പറ്റും. ഇപ്പോൾ രഞ്ജിത്ത് വധക്കേസിൽ അവർ തന്നെ സമ്മതിക്കുന്നത് പോലെ BJPയുടെ ലീഗൽ സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് അവരുടെ 3 വക്കീലന്മാരും അവർ തന്നെ ഇപ്പം അംഗീകരിച്ചിരിക്കുകയാണ് ഒരു ചാനലിൽ. അന്നേരം അത്തരത്തിലുള്ളവർക്ക് ഇല്ലാത്ത സാധാരണക്കാരനായവൻ ഈ കൊല്ലപ്പെട്ട ഹാഷ്മി അതെ, ഞാൻ അംഗീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊന്നും ഇല്ലാത്ത സാധാരണക്കാരൻ ഇതെല്ലാം അനുഭവിച്ചോളണമെന്നാണോ? അതിന് ഇവിടെ സർക്കാരാണ് അതിന് കൈകാര്യം ചെയ്യേണ്ടത്. ഈ സാധാരണക്കാരന് തുണയായി നിൽക്കേണ്ടത്, താങ്ങായി നിൽക്കേണ്ടത് നമ്മുടെ ഭരിക്കുന്ന ഭരണകർത്താക്കളാണ്, നിയമവ്യവസ്ഥിതിയാണ്. ആ വ്യവസ്ഥിതിയിൽ ഒരു വിഭാഗത്തിന് അവർക്ക് മരിച്ചവർക്ക് ഉണ്ട്, എൻ്റെ മകന് അതില്ലാത്തത് കൊണ്ട് അത് എനിക്ക് നീതി കിട്ടരുത് എന്ന് പറയുന്നത് അല്ലേ ഇരട്ട നീതി എന്ന് പറയുന്നത്? അതിനെ ഇരട്ട നീതി എന്ന് പറയുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉള്ളവര് ഈ സംഘപരിവാർ ശക്തികൾ, എൻ്റെ പോലെ കൊന്ന് സംഘപരിവാർ ശക്തികൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. സംഘടനയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടോ CK അബ്ദുൽ ജബ്ബാർ? അതിൽ സംഘടനയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ടോ CK അബ്ദുൽ ജബ്ബാർ? 2 അഭിഭാഷകര് സമ്മർദ്ദം മൂലം പിന്മാറി എന്ന് പറഞ്ഞില്ലേ? കടുത്ത സമ്മർദ്ദമായിരിക്കും അവർ നേരിട്ടിട്ടുണ്ടാവുക. അങ്ങനെ സമ്മർദ്ദം ചെലുത്താൻ മാത്രം കേരളത്തിൽ ശക്തമായിരിക്കുന്നു സംഘപരിവാരം. സമ്മർദ്ദം ചെലുത്തിയാലും മുട്ടുപറച്ച് പിൻവാങ്ങാത്ത കൊള്ളാവുന്ന ഒരു അഭിഭാഷകനെ, ഒരു പ്രോസിക്യൂട്ടറെ കണ്ടെത്തൽ സലീമിന്റെ മാത്രം ഉത്തരവാദിത്തമാണോ? നിങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി രക്തം ഒഴുക്കിയ ഷാന്റെ നീതി വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ? SDPI നേതാവേ ശ്രീ അബ്ദുൽ ജബ്ബാർ വെച്ചിരിക്കുന്നത്, ഇപ്പം 3ാമത് പ്രോസിക്യൂട്ടറെ വെച്ചിരിക്കുന്നതും ഷാനിന്റെ കുടുംബവുമായി ആലോചിച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിനാണ് അടുത്ത മാസം 2-ാം തീയതി വിചാരണ ആരംഭിക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ കാലയളവിൽ അത്രയേറെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് 2 അഭിഭാഷകർ പ്രോസിക്യൂട്ടർ. എന്റെ ചോദ്യം, സംഘപരിവാർ ഭയം മൂർത്തിയാൽ, എന്റെ ചോദ്യം, നിങ്ങൾ പറയുന്ന പോലെ സംഘപരിവാർ പേടിപ്പിച്ചാൽ പേടിക്കാത്ത ഒരു പ്രോസിക്യൂട്ടറുടെ പേര് സലീമിന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ സംഘടനയ്ക്ക് ആവതുണ്ടോ ശ്രീ അബ്ദുൽ ജബ്ബാർ? എങ്ങനെ ഇപ്പം നിങ്ങൾ ആരോപിക്കുന്നത് പോലെ സംഘപരിവാർ ഭയപ്പെടുത്തിയാൽ മുട്ടുപറച്ച് മൂത്രമൊഴിക്കുന്ന അല്ലാത്ത 2 പ്രോസിക്യൂട്ടർമാരുടെ പേര് ഈ ഷാന്റെ പിതാവിനോട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ സംഘടനയ്ക്ക് ആവതില്ലേ എന്നാണ് എന്റെ ചോദ്യം ശ്രീ അബ്ദുൽ ജബ്ബാർ. ഇപ്പൊ 3ാമതൊരു പ്രോസിക്യൂട്ടറെ വെച്ചിരിക്കുന്നു. 2-ാം തീയതി കേസ് ആരംഭിക്കുന്നത് 3ാമത്തെ പ്രോസിക്യൂട്ടറെ അദ്ദേഹത്തിന്റെ കുടുംബവുമായി ആലോചിച്ചാണ് വെച്ചിരിക്കുന്നത്. സാധാ പ്രവർത്തകനല്ല, സംസ്ഥാന സെക്രട്ടറിയാണ്. അതാണ് എന്റെ ചോദ്യം. അവിടുത്തെ സാധാരണ പ്രവർത്തകനല്ല, സലീമിന്റെ മകൻ എന്നതിനേക്കാൾ കൂടുതൽ സംഘടനയ്ക്ക് ഉത്തരവാദിത്വമുണ്ട് ഷാന്റെ കാര്യത്തിൽ. നിങ്ങളുടെ സംസ്ഥാന നേതാവാണ്, നിങ്ങൾക്ക് വേണ്ടി ജീവൻ കളഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് അല്ലേ? അപ്പോൾ പേടിക്കാത്ത 2 പ്രോസിക്യൂട്ടർമാരെ ആദ്യഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ കഴിയത്തില്ല എന്ന് പറഞ്ഞത് അവിശ്വസനീയമല്ലേ ശ്രീ ജബ്ബാർ? അല്ല, ആലപ്പുഴ ജില്ലയിലെ ഇപ്പം നിലവിൽ ശിക്ഷിക്കപ്പെട്ട കോടതിയിൽ തന്നെ ആ കോടതിയിലെ പ്രതികൾ ആ കോടതി മാറ്റണം എന്നുള്ള അപേക്ഷയൊക്കെ കൊടുത്തത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. എറണാകുളത്തേക്ക് മാറ്റണമെന്ന്, അതൊക്കെ നിരസിക്കുകയായിരുന്നു. ഇതുപോലെ തന്നെ വലിയ സമ്മർദ്ദവും വലിയ പോലീസ് പീഡനവും നടന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. അതിൽ സ്വാഭാവികമായ അത്തരം പ്രശ്നങ്ങൾ അവിടെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഷാനിൻ്റെ കുടുംബവുമായി ആലോചിച്ച് പ്രോസിക്യൂട്ടറെ നിയമിച്ചിട്ടുണ്ട്, കേസ് ആരംഭിക്കുകയാണ്. എങ്കിലും ഒരു ഇരട്ട നീതി പോലീസ് അന്വേഷണം മുതൽ ഈ കാലയളവ് വരെ പൊതുജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ശരി.